എനിക്ക് കാട്ടിൽ പോയി എവിടെ വേണമെങ്കിലും നിൽക്കാൻ പറ്റും. ചെറിയ ലോഡ്ജ് ആണെങ്കിലും ട്രീ ഹൗസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ അത്ര പേടിയില്ല. അപ്പോൾ മാളവികനെ കാണുന്ന സമയത്ത് ഈ സമയത്ത് എല്ലാവരും എക്സൈറ്റ്മെന്റോട് കൂടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, വിക്രം സാറിന്റെ കൂടെയുള്ള ആ സിനിമ മാളവിക നായിക വിക്രം സാറിന്റെ ആണ്, പക്ഷെ അതൊരു ടിപ്പിക്കൽ നായിക റോളും അല്ല. ഐ ഹാവ് നോൺ വിക്കി സിൻസ് ഐ വാസ് 1 year old. സീരിയസ്ലി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ചട്ടി ബഡ്ഡീസ് ആണ് നമ്മൾ. ഒരു ഫൺ സെറ്റ് ആയിരുന്നു പട്ടം പോലെ. ദുൽഖർ ആൻഡ് മീ used to be like best friends during പട്ടം പോലെ. We used to talk non-stop. വിജയ് സേതുപതി സാറിനെ പറ്റി നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു സാധനം? He's a very philosophical person. Is it? He's very philosophical. ഇനി മറ്റേ സംഭവം പറ, അത് ഉള്ളതാണ്. അതായത് ദിവസങ്ങളോളം കുളിക്കാതിരുന്നിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് വേണ്ടി? 10 ദിവസം കുളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. മമ്മൂക്കയോട് ചോദിച്ചില്ല, എന്നാലും മമ്മൂക്ക നമ്മളുടെ ഉള്ളിൽ ഒരു ഉറങ്ങി കിടക്കുന്ന ഒരു നടിയുണ്ടെന്ന് മമ്മൂക്ക ഏത് സമയത്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മമ്മൂക്ക എന്താ അങ്ങനെ തോന്നുന്നത്? ചാൻസ് കിട്ടിയിട്ടില്ല. മമ്മൂക്ക സജസ്റ്റ് ചെയ്ത് മലയാള സിനിമയിലേക്ക് വന്ന കുട്ടിയല്ലേ? ഇറ്റ്സ് എ പ്രിവിലേജ് ആക്ച്വലി. മമ്മൂക്ക റെക്കമെൻഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കേ സംഭവിച്ചിട്ടുള്ളൂ. വിജയ് ആണെങ്കില we had all gone to watch a movie together once. Which one? Bagi. He makes noises and hoots and all during screening. So it's super fun to watch movies with. Harveyora, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാനിങ്ങനെ ഇന്റർവ്യൂസ് താങ്കളെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്, അതായത് മമ്മൂക്ക സജസ്റ്റ് ചെയ്ത് മലയാള സിനിമയിലേക്ക് വന്ന കുട്ടിയല്ലേ? ഇറ്റ്സ് എ പ്രിവിലേജ് ആക്ച്വലി. മമ്മൂക്ക റെക്കമെൻഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കേ സംഭവിച്ചിട്ടുള്ളൂ. ഇതാ പിന്നെ എപ്പോഴെങ്കിലും മമ്മൂക്കനെ കണ്ടിട്ടുണ്ടോ? അതായത് ബോളിവുഡിലൊക്കെ പോയതിനു ശേഷം അല്ലെങ്കിൽ വിളിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അടുത്ത് മമ്മൂക്കിന്റെ നമ്പർ ഇല്ല. പക്ഷെ ഐ എം വെയിറ്റിംഗ് ടു മീറ്റ് ഹിം നൗ. ഹോപ്പ്ഫുള്ളി ഇപ്പം എനിക്ക് കൊച്ചിയിലൊക്കെ കുറച്ച് ദിവസം ഉള്ള സ്ഥിതിക്ക് ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് ടു മീറ്റ് ഹിം. പക്ഷെ ഐ എം വെയിറ്റിംഗ് ടു മീറ്റ് ഹിം. ഏതോ ഒരു ആഡ് ഷൂട്ടിന്റെ സമയത്താണ് കാണുന്നത് അല്ലേ മമ്മൂക്ക? അപ്പൊ മമ്മൂക്കയോട് ചോദിച്ചില്ല, എന്നാലും മമ്മൂക്ക നമ്മളുടെ ഉള്ളിൽ ഒരു ഉറങ്ങി കിടക്കുന്ന ഒരു നടിയുണ്ടെന്ന് മമ്മൂക്ക ഏത് സമയത്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മമ്മൂക്ക എന്താ അങ്ങനെ തോന്നുന്നത്? ചാൻസ് കിട്ടിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് നമ്മൾ വി ഡോണ്ട് തിങ്ക് ദാറ്റ് മച്ച്. ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ അത്ര ചോദിക്കാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് ചാൻസ് കിട്ടിയാൽ മസ്റ്റായിട്ട് ചോദിക്കണം. ഞാൻ എന്നിട്ട് അറിയുക ചെയ്തത്, അതായത് പട്ടം പോലെ മൂവിയില് മോസ്റ്റ് ഓഫ് ദ കോസ്റ്റ്യൂംസ് താങ്കൾ തന്നെ ഡിസൈൻ ചെയ്തെന്നുള്ളതാണോ? അതിൽ കുറെ ഉപയോഗിച്ചത് നമ്മൾ തന്നെ കോസ്റ്റ്യൂംസാ ഡിസൈൻ ചെയ്ത? ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് ലുക്ക് ഒക്കെ സെറ്റ് ചെയ്തതാ. ഓക്കെ. ഇപ്പോ നമ്മള് ഇട്ടാക്കുന്ന ഈ സാരി നമ്മൾ തന്നെ ഡിസൈനാ? അല്ല, ഇത് എന്റെ ടീമുണ്ട്. നമുക്കൊരു സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് അല്ലേ? ഇല്ലേ? ഇല്ല. ഷേഫ് വിക്കിപീഡിയയിൽ എന്തോ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട്, അതായത് സ്കാർലെറ്റ് വിൻഡോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് താങ്കളുടെ ആണെന്നുള്ളത്. അതൊരു ബ്ലോഗ് പോലെ ചെയ്തത് കോളേജിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. വിക്കിപീഡിയക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതല്ല താങ്കളുടെ അല്ലേ? വിക്കിപീഡിയയിൽ ക്രിസ്റ്റി, ഞാനും മാത്യുവും ക്രിസ്റ്റി നമ്മളെ ഫിൽമോഗ്രഫിയിൽ ക്രിസ്റ്റി ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. വിക്കിപീഡിയ കാൻ't be trusted. സത്യം. എന്തായാലും മാളവികയുടെ ഈ പറഞ്ഞ പോലെ കരിയറിലെ ഏറ്റവും ബ്രേക്ക് തന്ന ഒരു സിനിമ ഈ പറഞ്ഞ പോലെ മജീദിയുടെ ആ ബിയോണ്ട് ദ ക്ലൗഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഫിലിമാണ്. എനിക്ക് തോന്നുന്നു കുറേ പേരെയൊക്കെ ദീപിക പടുക്കോനെ അങ്ങനെയൊക്കെ മാറ്റിയിട്ടാണ് താങ്കളെ കാസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അറിയുണ്ടായി, അതായത് ദിവസങ്ങളോളം പട്ടിണി എടുത്തിട്ട് കുളിക്കാതിരുന്നിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് 15 ദിവസം കൊണ്ട് എന്തോ 8 കിലോ കുറച്ചു എന്നുള്ളതൊക്കെ. ഇതും വിക്കിപീഡിയ, ഇത് എത്രമാത്രം ശരിയാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതെ, അതൊരു സത്യം പറഞ്ഞ ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടറിന്റെ കൂടെ, അത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് കിട്ടുന്നത് ഒരു നമ്മൾ ഇമാജിൻ ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഒരു ഡയറക്ടർ ഇന്ത്യയിൽ വന്നൊരു പ്രോജക്റ്റ് എടുക്കുന്നു, നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു. അതെന്റെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. സംതിങ് ഓൾവേസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇനി മറ്റേ സംഭവം പറ, അത് ഉള്ളതാണ്. അതായത് ദിവസങ്ങളോളം കുളിക്കാതിരുന്നിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? നമുക്ക് ഒരു 15 day ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ക്യാരക്ടർ ജയിലില് പോയിട്ട് ആ ജയിൽ സീക്വൻസ് ആയിരുന്നു. ആ സീക്വൻസിന് വേണ്ടി ഞാനൊരു കുളിച്ചിട്ടുണ്ട്. ഞാൻ തല എന്റെ ഹെയർ നല്ല സോഫ്റ്റ് സിൽക്കി ഹെയർ ആണ്. ഡ്രൈ ആവാൻ വേണ്ടിട്ടാ?
അല്ല അത് നമ്മള് ഒരു കുറച്ച് റഫ്നെസ്സും കുറച്ചൊരു ജടയൊക്കെ ഇല്ല പോലത്തെ ഒരു ജയിലിൽ ഒരാള് കുറച്ച് നാള് കിടന്നാല് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു ടെക്സ്ചർ അല്ലേ, ഒരു അൺവാഷ് ടെക്സ്ചർ. അതിനു വേണ്ടി 10 ദിവസം കുളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഈ 15 ദിവസം കൊണ്ട് 8 കിലോ കുറച്ച ടെക്നിക്ക് എന്താ, എന്ത് മാജിക്കാ? ഇല്ല, അതെനിക്ക് 15 ദിവസം കൊണ്ട് അപ്പൊ മജീദി സർ ആസ്ക്ഡ് മീ ടു ലൂസ് വെയിറ്റ് ബിക്കോസ് ജയിലിൽ കിടക്കുന്ന ഒരു കുട്ടി, ഹി വാണ്ടഡ് മീ ടു ലുക്ക് സാഡ്, ഡിപ്രസ്ഡ്. അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഞാനൊരു ആർട്ടിസ്റ്റിക് ഇങ്ങനെ ഓക്കെ സർ ഞാൻ കുറക്കാ പറഞ്ഞ് ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ്. ഞാൻ ഡെയിലി ഒരു ആപ്പിളും കുറച്ച് എഗ് വൈറ്റ്സും കഴിക്കും, അത് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ്. പക്ഷെ ഇഫ് യു ആസ്ക് മീ ടുഡേ, that was a very bad decision because അത് നമ്മുടെ ഹെൽത്തിന്റെ ലോങ് ടേമിന് വേണ്ടി നല്ലതല്ല. ക്രാഷ് ഡയറ്റിംഗ് ഇല്ലേ, ക്രാഷ് ഡയറ്റിംഗ് ഇസ് ബാഡ്, ഇറ്റ്സ് ബാഡ് ഫോർ യുവർ ഹെൽത്ത്. അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയി നമ്മളൊരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമ്മളെ ഡയറ്റ് ചാർട്ട് ഒക്കെ ആക്കി അതിന്റെ പോർഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു 3-4 months 4-6-7 whatever period is you have അങ്ങനെ ലൂസ് ചെയ്യണം. ഞാനിത് പാർവതി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാർവതി തിരുവല്ല. അതായത് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാവുന്ന പോലെ തന്നെ എത്രയും ഇമ്പോർട്ടന്റ് ആ വെയിറ്റ് കുറയ്ക്കാൻ നമ്മളൊരു ന്യൂട്രീഷനെ കാണണം. ആ ഡെയിലി ചാർട്ട് വെച്ചിട്ട് തന്നെ അത് ഫോളോ ചെയ്തിട്ട് കുറയ്ക്കണം. ഓഫ് കോഴ്സ് ഞാനിപ്പം ആ തങ്കളൻ ഞാൻ ചെയ്യുന്ന പടമില്ലേ തങ്കളൻ, അതിനു വേണ്ടി എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രെപ്പും ഫിസിക്കൽ വർക്ക് ഒക്കെ ഉണ്ട്. ബിക്കോസ് ഐ എം ഡൂയിങ് എ ലോട്ട് ഓഫ് ഫൈറ്റ്സ് ഇൻ ദാറ്റ്. അപ്പോൾ അതിനു വേണ്ടി ഐ ഹാവ് എ സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ്. സോ ഷീ ടെൽസ് മീ വാട്ട് ടു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്ക്, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ട്. അത് ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം നമ്മുടെ ബോഡിക്ക് വേണ്ടി നല്ലത്. ക്രാഷ് ഡയറ്റ്സ് ഒന്നും പിന്നെ കീറ്റോ വീറ്റോ അതും ഒന്നും ബോഡിക്ക് വേണ്ടി നല്ലതല്ല ആക്ച്വലി. അത് ലോങ് ടേം നമ്മൾ 40s 50s എത്തുമ്പോൾ അല്ലേ അത് നമ്മുടെ ലിവറിനെ എഫക്ട് ചെയ്യും, കിഡ്നീസിനെ എഫക്ട് ചെയ്യും. So it's important to take care of your body while you're still young. So I don't agree with my ക്യാരക്ടർ പ്രാന്തിൽ ചെയ്ത ഒരു സംഭവം അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ കുറച്ച് നല്ല മെമ്മറീസ് കാണിക്കട്ടെ. ഐ മീൻ ഐ എം ഷുവർ താങ്കളുടെ ലൈഫിലെ ഏറ്റവും പ്രിറ്റി മച്ച് ഭയങ്കര ബെസ്റ്റ് മെമ്മറീസ് ആയിരിക്കും അത് ലൈഫിലെ. ആ പിക്സിന്റെ പിന്നിലുള്ള മെമ്മറി എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ പിക്സ് കാണിക്കാൻ. പക്ഷെ ഞങ്ങൾ ഞെട്ടി, താങ്കൾക്ക് ഞെട്ടുണ്ടാവില്ല, കാരണം താങ്കൾ ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും. ഇസ് ദിസ് വിക്കി കൗശൽ? സീരിയസ്ലി? താങ്കൾ എന്നെ കമന്റ്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വാട്ട് വിക്കി കൗശൽ ആണോ ഇതെന്നുള്ളത്. എന്താ വിക്കി കൗശലായിട്ട് എങ്ങനെയാ നമ്മൾ ബന്ധം, എങ്ങനെയാ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നോ? വിക്കി കൗശലും ഞാനും, വിക്കി ഹാസ് ബീൻ മൈ ഫ്രണ്ട്. ഐ ഹാവ് നോൺ വിക്കി സിൻസ് ഐ വാസ് 1 year old. സീരിയസ്ലി? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ചഡ്ഡി ബഡ്ഡീസ് ആണ് നമ്മള്. എന്റെ പേരൻസ് പയ്യന്നൂരിന്നാണ്. അച്ഛൻ അവിടുന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമറ്റോഗ്രഫി കോഴ്സ് ഒക്കെ ഫിനിഷ് ചെയ്ത് ബോംബെയിൽ ഷിഫ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ഒരു സ്ട്രഗ്ലിംഗ്, എല്ലാവരും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മളൊരു വി യൂസ് ടു ലിവ് ഇൻ എ സ്മോൾ ബിൽഡിംഗ്. അപ്പൊ നമ്മളെ ഫ്ലാറ്റിന്റെ തൊട്ട വാള് ഷെയർ ചെയ്യുന്ന അപ്പുറത്തെ ഫ്ലാറ്റിലാണ് കൗശലും ഫാമിലിയും. അപ്പൊ ആ സമയത്ത് അങ്കിള് ആക്ഷൻ, വിക്കി കൗശലിന്റെ ഫാദർ അങ്കിള് ശ്യാം കൗശൽ അങ്കിൾ ആക്ഷൻ, ബോളിവുഡ് ഒരു വലിയ ആക്ഷൻ ഡയറക്ടർ ആണ്. ഇപ്പം കുറെ ലാസ്റ്റ് 20 years ആയി വൺ ഓഫ് ദ ടോപ്പ് ആക്ഷൻ ഡയറക്ടേഴ്സ് ആണ്. എല്ലാ 90% ഓഫ് ദ ബിഗ് ഫിലിംസ് ആർ ഡൺ ബൈ ഹിം. പക്ഷെ അത് അങ്കിളിന്റെ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. അപ്പൊ എന്റെ അച്ഛനും അങ്കിളും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒരു ചെറിയൊരു ബിൽഡിംഗ്, ഒരു 1 bedroom ഫ്ലാറ്റ്. അപ്പൊ അങ്ങനെ നെയ്ബേഴ്സ് ആയിരുന്നു ആ ഒരു ബിൽഡിംഗിൽ. So I was 1 year old, he was I think 5-6 years old or something. ഓ വിക്കി കൗശൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണമല്ലോ. വിക്കി കൗശൽ നമ്മൾ ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. I'm sure. ഓക്കേ. അതെ, അപ്പൊ അത്രയും പഴയൊരു അത്രയും ലോങ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ. ആ വിക്കി കൗശലിനെ പറ്റി നമ്മൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പുള്ളി കാണിച്ച വികൃതിയോ എന്തെങ്കിലും ചെറുപ്പത്തിൽ കാണിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ വലിയ ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയി നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച ആള്, അന്ന് കാട്ടിക്കൂട്ടി എന്തെങ്കിലും കുരുത്തക്കേട് ഓർമ്മയുണ്ടോ വിക്കി കൗശലിന്റെ? വിക്കി ആക്ച്വലി എക്സ്ട്രീംലി ഷൈ ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു. സീരിയസ്ലി? ഗ്രോയിങ് അപ്പ്. ഓ മൈ ഗോഡ്. He was very shy, very awkward.
പിന്നെ പെട്ടെന്നാണ് ഒരു 20s മിഡ് 20s ഇങ്ങനെ ബ്ലൂം ചെയ്ത് ഒരു പെർഫോമറായി മാറി. ഇത്ര ഒരു ഫാന്റാസ്റ്റിക് ആക്ടർ. ഇത് എത്ര വയസ്സിലുള്ളതാ അപ്പോ? വി വർ വെരി യങ്. ഇതൊരു നമ്മള് ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ്ങിലുള്ള മറ്റൊരു ചേച്ചിന്റെ വെഡിങ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ അറ്റൻഡ് ചെയ്തത് ആ സമയത്തുള്ള. ഐ തിങ്ക് ഐ വാസ് 15, 16. ഭയങ്കര സ്ലിം ആയിട്ടിരിക്കുന്നു. വേറെ വേറെ ഫേസ്. ഇതുപോലെ തന്നെ വേറൊരു പിക്കും കൂടെ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച്. ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈറലായിരുന്നു തോന്നുന്നു ആ സമയത്ത് അല്ലേ? ഐ ഡോണ്ട് നോ, അതെനിക്കറിയില്ല. പക്ഷേ ഇതൊരു 2 വർഷം മുമ്പ് നമ്മൾ എവറി ഓണം ദേ കം ഹോം. ഫുൾ ഫാമിലി നമ്മള് ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് വീട്ടില് ഭക്ഷണമൊക്കെ കഴിക്കും. അവർക്ക് വിക്കി ലവ്സ് മലയാളി ഫുഡ്, മീൻ കറിയും റൈസും പുള്ളിന്റെ ഫേവറേറ്റ് ഫുഡ് അതാണ്. ന്യൂ ഇൻഫർമേഷൻ. ഇനി ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പിക്ക് കാണിക്കട്ടെ ഞാൻ. ഇത് പേറ്റിന്റെ ഷൂട്ടിംഗിന്റെ സമയത്ത് എടുത്തതാ. After the shoot I was like, so one pic. It's a fan girl moment ആയിരുന്നു. It's a proper fan girl moment. ഇനി വേറെ ഒരെണ്ണം കാണിക്കട്ടെ. ഇത് പേടിപ്പെടുത്തുന്നതാണ്, നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്നതാ. താങ്കൾക്ക് ചിലപ്പോൾ അതൊരു എന്താ ത്രില്ലിന്റെയും എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ ഒരു ക്ലിക്ക് ആയിരിക്കണം. ഇതൊന്നും ഇച്ചിരി ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ള ആളാന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഗാലറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊക്കെ ഇച്ചിരി പേടിയാ, പക്ഷെ താങ്കൾ വലിയ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് എടുക്കുന്നുണ്ട്. കാണിക്കട്ടെ പിക്ക്. ഇത് ചാൾസ് ശോഭരാജിന് മാത്രമേ ഞാൻ ഇത്രയും ധൈര്യം കണ്ടിട്ടുള്ളൂ. തൊട്ടടുത്ത് പുലിയുടെ തൊട്ടടുത്ത് നിന്ന് ക്ലിക്ക് ചെയ്താക്കുന്നു. ഇത് ആരെ ക്ലിക്ക് ചെയ്തത് ആരാ? പേടി ഉണ്ടായിരുന്നില്ല നമുക്ക്? എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ കൂടെ. ദിസ് വാസ് ഡ്യൂറിങ് എ സഫാരി. രൺഥംബോറിൽ നമ്മളൊരു സഫാരിക്ക് വേണ്ടി പോയതാ. അപ്പൊ ആ സമയത്ത് ഐ ലവ് ടൈഗേഴ്സ്. ഞാൻ വേറെയും കണ്ടു ടൈഗേഴ്സിന്റെ ഒരു ലെപ്പർഡിന്റെ ഒരു പിക്ക് ഇൻസ്റ്റയിൽ വേറെ സെപ്പറേറ്റ്. അത് ഞാൻ ആഫ്രിക്കയിൽ സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഐ ലവ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ഞാൻ റീസെന്റ് ഒരു 2-3 വർഷമായി കുറെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ എന്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ കിട്ടിയത് അത്? അച്ഛൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അച്ഛനെ അല്ല, ആ സബ്ജക്റ്റിനോട് അത്ര താല്പര്യമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് കാട്ടിലേക്ക് പോവാം. എനിക്ക് കാട്ടിൽ പോയി എവിടെ വേണമെങ്കിലും നിൽക്കാൻ പറ്റും. ചെറിയ ലോഡ്ജ് ആണെങ്കിലും ട്രീ ഹൗസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ അത്ര പേടിയില്ല. അപ്പൊ എനിക്ക് കാട് എക്സ്പ്ലോർ ചെയ്യാൻ അതൊക്കെ ഇഷ്ടമാണ്. അത് ഇത്ര അടുത്ത് വന്ന് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രതികരിക്കത്തില്ലേ? നമ്മളുടെ അടുത്തേക്ക് എങ്ങനെ ഓടി വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലല്ലേ? അല്ല, ഇത് ഞാൻ ആക്ച്വലി ഒരു ഓപ്പൺ ജീപ്പിലായിരുന്നു. ജീപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ ജീപ്പിന്റെ ഉള്ളിലാണ്. അതാണ് അത്ര ധൈര്യം. ടോപ്പിലാണ്. ആക്ച്വലി ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് ഓൺ ഫുട്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് അലൗഡ്. I would be very happy if this happened in real life. സൂപ്പർ. ഇനി വേറെ ഒരെണ്ണം കാണിക്കട്ടെ. ഇറ്റ്സ് അബൌട്ട് എ ഫ്രണ്ട്ഷിപ്പ് മെമ്മറി ആയിരിക്കണം. ഇതൊന്നും നമ്മളുടെ കരിയറിലെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പിക്ക് ആയിരിക്കണം. ഇറ്റ്സ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ക്. Oh, I had forgotten about this. പട്ടംപോലെ days. എന്താ പട്ടം പോലെ മെമ്മറീസ് എന്തെങ്കിലും? ഇപ്പോഴും എനിക്ക് തോന്നുന്നു നിങ്ങൾ 4 പേരും സെയിം ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ. എനിക്ക് എല്ലാവരുടെയും കരിയറിന്റെ തുടക്കമാ അത്. നിങ്ങൾ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും കുരുത്തക്കേടോ? We had so much fun on set. Lot of fun. ഒരു fun set ആയിരുന്നു പട്ടം പോലെ. And Dulquer and me used to be like best friends during പട്ടം പോലെ. We used to talk non-stop. And we are both Leos. We are both our personalities are very similar. അപ്പൊ നമ്മള് ആ സമയത്ത് നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ ഔട്ട് ഓഫ് ടച്ച് ആയി. ഇനി ഞാൻ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഐ ഹോപ്പ് താങ്കളൊരു ബെസ്റ്റി ആയിരിക്കണം കൂടെ ഉള്ളത്. നീ ആ ബെസ്റ്റിനെ പറ്റി ചോദിക്കാനാ ഉള്ളത്. ഇത് എപ്പോഴെടുത്തതാ? I don't remember. When did I upload it? 3 years back? ഇത് ആളുടെ ബർത്ത്ഡേക്ക് ഇയാള് പോസ്റ്റ് ചെയ്തതാണ്. നമ്മള് എന്റെ ഈ വൈൽഡ് ലൈഫ് ട്രിപ്സിലൊക്കെ എന്റെ പാർട്ട്ണർ ബിഗർ വൈൽഡ് ലൈഫ് enthusiast than me also. നമ്മൾ അതേ പ്രാന്തുള്ള ആളാ. ഈ കാട്ടിൽ പോവാടാ, എവിടെ ബ്ലാക്ക് പാന്തറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ കട്ടക്ക് നിൽക്കുന്ന നമ്മുടെ വൈൽഡ് ലൈഫ് ഫ്രണ്ട്സ് ആണ്. ഇറ്റ്സ് our common hobby. Okay. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് എനിക്ക് ഇവരുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കില്ല. സോ കോൾഡ് ക്ലീഷേ ക്വസ്റ്റ്യൻ ഐ ഡോണ്ട് want to ask to you, but I want to know, നമ്മൾക്കറിയാത്ത കോമൺ ഓഡിയൻസിന് അറിയാത്ത ഇവരുടെ എന്തെങ്കിലും ഒരു കാര്യമാണ് പറയേണ്ടത്. സംതിങ് നമുക്ക് തമ്പിലൊക്കെ ഇടാൻ പറ്റിയ, നമുക്ക് ഓടിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം കഥയാണ് അറിയേണ്ടത്. ലൈക്ക് ദ ഫസ്റ്റ് തിങ് ഈസ്
ഓഫ് കോഴ്സ് വിജയ് സേതുപതി സാറിനെ പറ്റി നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു സാധനം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? കോമൺ ഓഡിയൻസിന് അധികം അറിയാത്ത പുള്ളിയുടെ ഒരു ഫീച്ചറോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റോ എന്തെങ്കിലും സംതിങ്? He's a very philosophical person. Is it? He's very philosophical. Oh. So I love listening to him just talk because I learned so much. Okay. അത്രയും ഫിലോസഫിക്കൽ ആയിട്ടുള്ള മറ്റൊരു കോ ആക്ടറിനെ മീറ്റ് ചെയ്തിട്ടില്ല. Okay. വിജയ് ആണെങ്കിലോ? We had all gone to watch a movie together once. Which one? Bagi 3 ഓ Tiger Shroff. ഭാഗ്യത്തിന് നിങ്ങൾ രണ്ടുപേരും വിജയുടെ ഒരുമിച്ച് പോയി കണ്ട പടവാ? നമ്മള് ഒരു ഗ്രൂപ്പ് ആക്കി, നമ്മൾ 4 ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ആക്കി പോയി കണ്ട പടം. ആരൊക്കെ ഉണ്ടായിരുന്നു ആ And ഗ്രൂപ്പിൽ? he makes noises and hoots and all during screening. So he's super fun to watch movies with. Okay. Mask ഒക്കെ ഇട്ട് വന്നു. Nobody recognized. ആ മനസ്സിലായേ ഇല്ല. പക്ഷെ വിജയുടെ ഒരു കണ്ണ് കണ്ടാൽ മതി, ആൾക്കാർക്ക് എളുപ്പം പിടികിട്ടണമല്ലോ. പക്ഷേ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയി കഴിഞ്ഞാൽ എൻട്രി ചെയ്യത്തുള്ളൂ. nobody comes to know. ഓക്കെ, ഇനി ഞാൻ ഒരാളുകൂടെ പറയട്ടെ. ധനുഷ് ഞാൻ അത്ര പ്രൊഫഷണലി വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര ക്ലോസ് അല്ല. അപ്പൊ അതിന്റെ ഒരു അതുകൊണ്ട് അതെ കഥകൾ കേട്ട് ഇച്ചിരി പ്രയാസം. പക്ഷെ നമുക്ക് രണ്ടാക്കും മാഗി ഭയങ്കര ഇഷ്ടമാണ്. ലവ് മാഗി. ഓക്കെ, അതാണ് കോമൺ സാധനം നിങ്ങളുടെ. ഇറ്റ്സ് ആർ കോമൺ തിങ്. we love Maggi and we can only eat when we are watching something. എന്തെങ്കിലും കണ്ടുകൊണ്ടേ കഴിക്കാൻ പറ്റുള്ളൂ. Two very random things. അപ്പോൾ മാളവികനെ കാണുന്ന സമയത്ത് ഈ സമയത്ത് എല്ലാവരും എക്സൈറ്റ്മെന്റോട് കൂടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. വിക്രം സാറിന്റെ കൂടെയുള്ള ആ സിനിമ അത് എപ്പോഴത്തേക്ക് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം? ഇക്കൊല്ലം റിലീസോ? എന്തെങ്കിലും അപ്ഡേഷൻ തരാറായ എന്തിനെ പറ്റിയുള്ളതാണ്? എങ്ങനെയാണ് ആ സിനിമ? നമ്മളുടെ ക്യാരക്ടർ അതിന് ടീസർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു പീരിയഡ് ഡ്രാമയാണ്. ഓക്കെ, ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ്. മാളവിക നായിക വിക്രം സാറിന്റെ ആണ്, പക്ഷെ അതൊരു ടിപ്പിക്കൽ നായിക റോളും അല്ല. അത് പടം കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പം ലവ് ഇൻട്രസ്റ്റ് ആണോ ചോദിച്ചാല് അത് എനിക്ക് ആക്ച്വലി അത് ഇറ്റ് വിൽ ഗിവ് അവേ ദ പ്ലോട്ട്. വാച്ച് ദ മൂവി. എന്തായാലും then you can decide. Yeah, sure.